നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന രീതി, നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ 3 കാർഡുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കാർഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. 3 കാർഡുകൾ വേണമെങ്കിൽ അതും സെലക്ട് ചെയ്യാൻ പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തോളൂ. ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവരും അത് ഓർക്കുക. പേഴ്സണൽ റീഡിംഗ് കൂടുതൽ ക്ലാരിഫിക്കേഷൻ നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് വേണമെന്നുള്ളവർക്ക് ഇതിന്റെ റീഡിങ്ങിന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്തോളൂ. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. സെലക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പൊ നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് ഓറക്കൽ മെസ്സേജ് നോക്കാം. ഇത് ഓറക്കൽ മെസ്സേജ് എല്ലാവർക്കും കോമൺ ആണ് കേട്ടോ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഈ റീഡിംഗ് കാണാൻ വന്നിരിക്കുന്നതിന് അവരുടെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച്, റിലേഷൻഷിപ്പിന്റെ ഈ ഒരു അവസ്ഥ, ഇതിനെക്കുറിച്ച് എന്താണ് അറിയേണ്ടത് പറയാനും ഒരു കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. കുണ്ടലിനി യോഗയെ കുറിച്ചിട്ടുള്ള കാർഡാണ്. നേരെ കുറച്ച് കാർഡ് മറിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ എടുക്കുകയാണ്. ചിലപ്പോൾ പലരാണല്ലോ കാണുന്നത്, അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കും ഇത്. കുണ്ടലിനി യോഗ. അപ്പോ നമ്മളുടെ ചില സമയത്തെ നമ്മളുടെ ചില എനർജിയാണ്. അതാണ് നമ്മൾ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മളുടെ പ്ലാനറ്റ്സുമായിട്ട് നമ്മൾ എല്ലാം എനർജിയാണ്. അപ്പൊ ഈ എനർജി നമ്മളുടെ ശരീരത്തിലുള്ളതുകൊണ്ട് ചില സമയത്ത് നമ്മളുടെ ശരീരത്തിലുള്ള എനർജി നമ്മളുടെ ഭക്ഷണക്രമം കൊണ്ടോ നമ്മൾ വല്ല പൊല്യൂട്ടഡ് ആയിട്ടുള്ള വായു ശ്വസിക്കുന്നത് കൊണ്ടോ ഒക്കെ നമ്മളുടെ എനർജി ബ്ലോക്ക് ആവും. അപ്പൊ നമുക്ക് അസുഖങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മളുടെ ചിന്തകളെയും എല്ലാം ബാധിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇത് കാണുന്ന ആർക്കോ. അതുകൊണ്ട് കുണ്ടലിനി യോഗ, ചക്രാസ് അൺബ്ലോക്ക് ചെയ്യാനുള്ള യോഗ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഉള്ളത്, നിങ്ങൾ ആരൊക്കെയോ വഴിത്തിരിവിലാണ്, ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവിലാണ്. അപ്പൊ നേരായ വഴി തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. അപ്പൊ അതിന് സഹായമായിട്ട് ദൈവത്തിന്റെ ഹെൽപ്പ് നിങ്ങൾ ആവശ്യപ്പെടണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ചിലർക്ക് ഇത് ഇപ്പൊ ഒരു പെർഫെക്റ്റ് ആയ സമയമാണ് എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ആരൊക്കെയാണോ എന്തോ കാര്യം ചെയ്യാനായിട്ട് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്, ഡൗട്ട് ഉണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയുന്നു ഇതാണ് കൃത്യമായ ആ സമയം, ഇപ്പൊ ചെയ്തോളൂ, സക്സസ്ഫുൾ ആകും, നിങ്ങളുടെ ദൗത്യം സക്സസ്ഫുൾ ആകും എന്ന് പറയുന്നുണ്ട്. അടുത്ത കാർഡ് അതിനോട് സംബന്ധിച്ചിട്ടുള്ളതാണ്. നിങ്ങളുടെ ഈ കാര്യം തുടങ്ങാനുള്ള സമയത്ത് നിങ്ങൾ പല പ്രാവശ്യം നോക്കിയപ്പോൾ പോലെ ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു. തുടങ്ങിയിട്ട് ഇടയ്ക്ക് വെച്ചിട്ടിട്ട് പോവേണ്ടിയിട്ട് വന്നു. അപ്പൊ അങ്ങനെയുള്ള വിഘ്നങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി പുതിയതായിട്ട് തുടങ്ങാം, കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ചിലരുടെ ജീവിതത്തിലേക്ക് വലിയൊരു ചേഞ്ച് വരുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ചേഞ്ച് ഇഷ്ടപ്പെടില്ല, എന്നാലും നിങ്ങൾക്ക് ഈ ചേഞ്ചിനോട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. അടുത്ത കാർഡ് കുറച്ചുകൂടെ നോളജ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം, എന്നിട്ട് ഇറങ്ങണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ കൂടുതൽ നിങ്ങൾക്ക് ഈസി ആവും കാര്യങ്ങൾ. പിന്നെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ വളരെ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുക. മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഹേർട്ട് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. പിന്നെ ചിലരുടെ അവസ്ഥ വളരെ ടോക്സിക് ആണ്, അത് ഡീടോക്സിഫൈ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ചിലർക്ക് ഒബ്സഷൻ ഉണ്ട്. ഒബ്സഷൻ ഉള്ളതുകൊണ്ടാണ് അതൊരു ടോക്സിസിറ്റി വരുന്നത് അവിടെ. അപ്പൊ അതുകൊണ്ട് അത് ഡീടോക്സിഫൈ ചെയ്യണം, ഒബ്സഷൻ ഒഴിവാക്കി എടുക്കാൻ ശ്രമിക്കണം എന്ന് പറയുന്നുണ്ട്. ഇത്രയും ഓറക്കൽ മെസ്സേജസ് ആണ് ഇവിടെ വന്നത്. ഭഗവാനെ നമഃ ശിവായ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ കാർഡ് നോക്കാം. നിങ്ങളെ വേദനിപ്പിച്ച് കടന്നു കളഞ്ഞ ആളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഈ ഒരു കാർഡ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് കാണിക്കുന്നത്. ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ഭഗവാനെ
അവര് നൈറ്റ് ഓഫ് സ്വേർഡ്സിന്റെ രൂപത്തിലാണ് അവരുടെ അവസ്ഥ. നൈറ്റ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ വയലന്റ് ആയ എനർജികളാണ്. എന്ന് വെച്ചാല് വളരെയധികം എന്ത് കാര്യം ചെയ്താലും അവര് വിചാരിക്കുന്ന കാര്യങ്ങൾ, ഏത് വഴിക്കാണെങ്കിലും അവര് വിചാരിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കണമെന്ന് വിചാരിക്കുന്ന എനർജിയാണ്. വളരെ വയലന്റ് ആയ എനർജിയാണ്. വളരെ ഇമ്പൾസീവ് ആണ്, എടുത്തുചാട്ടമുള്ളവരാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് ഈ വ്യക്തി. മാരീഡ് അല്ലാത്ത ഒരു എനർജിയാണ്. മാരീഡ് അല്ല ഈ വ്യക്തി, അൺമാരീഡ് ആണ്. പിന്നെ ഈ വ്യക്തി എന്നുവെച്ചാൽ ഈ വ്യക്തി ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാറില്ല. കാര്യം നടക്കണം, അത്രേ ഉള്ളൂ. അത് എങ്ങനെ നടക്കുന്നു എന്ന ആ ഒരു ചിന്തയില്ല. അപ്പൊ അതാണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോ നിങ്ങളെ പരിചയപ്പെട്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ട് മുമ്പോട്ട് പോയിട്ടും ഇവിടെ വരെ എത്തിയിട്ടും ഈ വ്യക്തിയുടെ സ്വഭാവത്തിൽ മാറ്റം ഒന്നും വന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെ? അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണത്. നമുക്ക് ഇതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. സ്റ്റക്കാണ് ഈ വ്യക്തി. എന്നുവെച്ചാല് ഈ വ്യക്തിയുടെ ചിന്തകൾക്കോ പ്രവർത്തികൾക്കോ ഒരു വ്യത്യാസവും വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോഴും നിഗൂഢമായ ഒരു മനസ്സിൽ എന്താണോ അത് ആരോടും പറയേയില്ല, അത് തെറ്റുകൾ ഏറ്റുപറയില്ല, ഒരു കുറ്റബോധവും ഇല്ലാത്ത ഒരാളാണെന്നാണ് പറയുന്നത്. അപ്പൊ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്, കുറച്ച് ഇരുണ്ട ഒരു മനസ്സുള്ള ഒരാളാണെന്നാണ് പറയുന്നത്. പൈസീസ്, ക്യാൻസർ പൈസീസ് ആണ്. സ്വന്തം തെറ്റുകൾ ഒരിക്കലും സമ്മതിക്കാത്ത, ഒരിക്കലും മനസ്സിൽ പോലും ആ ഒരു തെറ്റ് ഞാൻ ചെയ്തു എന്ന് ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സില്ലാത്ത ഒരു എനർജിയാണ് ഈ വ്യക്തി എന്നാണ് പറയുന്നത്. പൈസീസ്, ക്യാൻസർ പൈസീസ്, അക്വേറിയസ്, ലിബ്ര, ജെമിനി. അത് മറ്റുള്ളവര് ഒരിക്കലും ഈ വ്യക്തിയെ തെറ്റായിട്ട് വിചാരിക്കരുതെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വീക്ക്നെസ് എനിക്കില്ല എന്നൊക്കെ ഈ വ്യക്തി വിചാരിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ അപ്പൊ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചെയ്യും. അത് ആരെ ഹേർട്ട് ആവുന്നോ, ആരെ ഉപദ്രവിക്കുന്നോ, ഇതൊന്നും ഈ വ്യക്തിയെ ബാധിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ എനർജി തന്നെയാണ് ഇത്. ഈ വ്യക്തി നിങ്ങളോട് എന്താണ് ചെയ്യുന്നത്? ഈ വ്യക്തി നിങ്ങളോട് എന്താണ് ചെയ്തത് എന്നാണ് നമ്മളുടെ ചോദ്യം. രണ്ട് കാർഡുകളാണ് വന്നിട്ടുള്ളത്, 3 കാർഡുകൾ വന്നിട്ടുണ്ട്. ഇവിടെ സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്, 3 ഓഫ് സ്വേർഡ്സ് വന്നിട്ടുണ്ട്, പിന്നെ 10 ഓഫ് കപ്സും. അപ്പോ നിങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഈ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടത്. ഇവിടെ പക്ഷേ ഒരു ഹാർട്ട് ബ്രേക്ക് വന്നു നിങ്ങൾക്ക്. അപ്പോ ഈ വ്യക്തി സന്തോഷത്തിലാണ്, വളരെയധികം സന്തോഷത്തിൽ. നിങ്ങൾ തമ്മിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ശരിക്കുള്ള സ്വഭാവം, ഉദ്ദേശം ഒന്നും മനസ്സിലായില്ല ഇങ്ങനെ ഒരു ബന്ധത്തിലേക്ക് കയറിയപ്പോ. ഇത് എന്തുതരം ബന്ധവും ആയിക്കോട്ടെ. അപ്പോ ഈ ഒരു ബന്ധത്തിലേക്ക് കയറിയപ്പോ നിങ്ങൾക്ക് ഈ വ്യക്തി ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ ചിലപ്പോ നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ ആ വ്യക്തിയിൽ കണ്ടിട്ട് ആ വ്യക്തി അങ്ങനെയാണ് എന്ന് നിങ്ങൾ അങ്ങ് വിചാരിച്ച വ്യക്തിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിലാക്കാനും ശ്രമിച്ചിട്ടുണ്ടാവില്ല. മനസ്സിലായോ? അപ്പോ വലിയൊരു അടിയാണ് ഈ വ്യക്തി നിങ്ങൾക്ക് തന്നത്. നിങ്ങളുടെ വിശ്വാസങ്ങളെല്ലാം തകിടം മറിച്ച് ഇങ്ങനെയും ആളുകളുണ്ട് എന്ന് നിങ്ങളെ മനസ്സിലാക്കി തന്ന, വളരെയധികം നിങ്ങൾക്ക് ഹൃദയവേദന തന്ന ഒരു വ്യക്തിയാണിത് എന്നാണ് പറയുന്നത്. ഇവിടെ അക്വേറിയസ്, ലിബ്ര, ജെമിനി, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, അക്വേറിയസ്. നിങ്ങളുടെ വിശ്വാസങ്ങളെ എല്ലാം, നിങ്ങളുടെ പോസിറ്റീവ് മൈൻഡിനെ എല്ലാം തകിടം മറിച്ച ഒരു എനർജിയാണിത് എന്നാണ്. അത്രയും നിങ്ങൾക്ക് ഹേർട്ട് തന്ന ഒരു എനർജിയാണിത് എന്നാണ് പറയുന്നത് കേട്ടോ. മറന്നു പോകും. ഓൾറൈറ്റ്, അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തിക്ക് പക്ഷെ കണ്ടിടത്തോളം ഈ വ്യക്തിക്ക് ഒരു കുറ്റബോധവും ഇല്ല എന്നാണ് കാണുന്നത്. അപ്പൊ എന്നാലും നമ്മൾ ചോദിക്കുകയാണ്, ഈ വ്യക്തിക്ക് വല്ല കുറ്റബോധവും ഉണ്ടോ നിങ്ങളോട് ചെയ്തതില്? ഈ വ്യക്തി 6 ഓഫ് സ്വേർഡ്സ് ആണ്. 6 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു എന്താ പറയാ, അങ്ങനത്തെ ഒരു എനർജി വരേണ്ട കാര്യമില്ലല്ലോ. ഇത് മൂവിങ് ഓൺ എന്നാവും. അപ്പൊ ഈ വ്യക്തി മൂവിങ് ഓൺ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാല് നമ്മൾ പ്രശ്നങ്ങളിൽ നിന്ന് സമാധാനത്തിലേക്ക് മൂവിങ് ഓൺ എന്ന് പറയും.
പക്ഷെ ഈ വ്യക്തി മൂവിങ് ഓൺ ചെയ്യുക എന്ന് പറഞ്ഞാല് നിങ്ങളോട് ചെയ്ത തെറ്റുകളൊന്നും ഈ വ്യക്തിക്ക് ബാധിക്കുന്നില്ല എന്ന്. അതുകൊണ്ടാണ് ഇപ്പോഴും ആ എനർജിയിൽ നിൽക്കുന്നത്. അപ്പൊ ഈ വ്യക്തി മൂവ് ഓൺ ചെയ്തു. നിങ്ങളുമായിട്ടുള്ള നിങ്ങളെ വേദനിപ്പിച്ച കാര്യത്തിൽ നിന്നൊക്കെ ഈ വ്യക്തി വിട്ടുപോയി. അപ്പൊ നിങ്ങൾ മാത്രമല്ല ഈ വ്യക്തിയുടെ എത്രയോ പേരുടെ ജീവിതം ഇതുപോലെ മോശപ്പെടുത്തിയിട്ട് പോയിട്ടുണ്ട്. പലരുടെയും ജീവിതത്തിൽ കൂടെ കയറി ഇറങ്ങി പോയ സ്വാർത്ഥതയുള്ള ഒരു എനർജിയാണ് ഇതെന്നാണ് പറയുന്നത്. ഹെർമിറ്റ്, ഈ വ്യക്തി ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പം എന്ന് വെച്ചാല് എന്താ പറയാ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് അപ്പൊ ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്തു എന്നൊരു മനസ്സ് വെക്കുന്ന ഒരാളാണ്. ഒട്ടും കുറ്റബോധമില്ല, വളരെയധികം സ്വാർത്ഥതയുള്ള ഒരു എനർജിയാണ് എന്നാണ് പറയുന്നത്. 9 of Cups കാണിക്കുന്നുണ്ട്. ഈ വ്യക്തി ഇതുവരെയുള്ള ജീവിതത്തിൽ വളരെ ഹാപ്പി ആണെന്നാണ് പറയുന്നത്. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ചെയ്തതിൽ നിന്ന് എനിക്ക് ഗുണം കിട്ടിയിട്ടില്ല, ഞാൻ ഹാപ്പിയാണ്, വളരെ തൃപ്തിയാണ് ഈ കാര്യങ്ങൾക്കെല്ലാം. അപ്പൊ നിങ്ങളോട് ചെയ്തതിന് ഒരു കുറ്റബോധമില്ല. കാരണം നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾക്ക് കുറ്റബോധം ഉണ്ടെങ്കിൽ ഇപ്പൊ സ്വഭാവത്തിൽ വ്യത്യാസം വരണം, ജീവിതത്തിൽ വ്യത്യാസം വരണം. ഒരു വ്യത്യാസമില്ല വ്യക്തിയില്. പിന്നെ ഇത് നെഗറ്റീവ് കാർഡ്സ് ആണ് വരുന്നത്. ക്വീൻ ഓഫ് വാൻസ് റിവേഴ്സ് ആണ് വരുന്നത്. ഈ വ്യക്തി എല്ലാ റിലേഷൻഷിപ്പിലും അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഓൾറെഡി വിവാഹിതനോ വിവാഹിതയോ ആവാം. അതിനിടയിലാണ് ഈ വ്യക്തി വന്ന് കയറിയത് നിങ്ങളുടെ ജീവിതത്തിൽ. അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞാല് നിങ്ങൾ സ്നേഹിക്കുന്ന ആളുമായിട്ടുള്ള ബന്ധത്തിൽ ഹാപ്പി അല്ലാത്തത് കൊണ്ടായിരിക്കാം ഈ വ്യക്തിയുമായിട്ടൊരു ബന്ധത്തിന് തുടക്കമിട്ടത്. ഈ വ്യക്തി ഒരു തേർഡ് പാർട്ടി ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ വ്യക്തി എന്താ മനസ്സിലാക്കി, തേർഡ് പാർട്ടികളായിട്ടാണ് ഈ വ്യക്തി എല്ലാ റിലേഷൻഷിപ്പിലും കയറുന്നത്. അപ്പൊ ഈ വ്യക്തി പറയുന്നത് അവരുടെ ജീവിതത്തിലുള്ള ആളുകളെ പറ്റിച്ചിട്ടല്ലേ അവർ ഞാനായിട്ട് റിലേഷൻഷിപ്പ് വെക്കുന്നത്. അപ്പൊ പിന്നെ ഞാൻ എന്തിനാണ്, കുറ്റബോധം എനിക്ക് എന്തിനാണെന്നാണ് ഈ വ്യക്തി പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലുള്ള ആളെ പറ്റിച്ചിട്ടാണ് ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഈ വ്യക്തി തേർഡ് പാർട്ടി ആണെന്നാണ് പറയുന്നത്, ഈ കണക്ഷൻ വെച്ചത്. അപ്പൊ എനിക്ക് എന്തിനാണ് കുറ്റബോധം, അവർക്കല്ലേ കുറ്റബോധം വേണ്ടതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും ആ എനർജി, ഇപ്പോഴും കുറ്റബോധമില്ല. കാരണം ഈ വ്യക്തി വിവാഹിതരായവരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്ന ഒരു എനർജിയാണ്. അടുത്ത കാർഡ് വരുന്നത് 2 of Pentacles റിവേഴ്സ് ആണ്. ഈ വ്യക്തി തീരുമാനമെടുത്തു. ഇതാണ് ഈ വ്യക്തിയുടെ മനസ്സ്. ഞാൻ ആരെയും പറ്റിക്കാൻ വേണ്ടി ചെല്ലുന്നതല്ല, പക്ഷെ വിവാഹം കഴിച്ചവരെ ഞാനായിട്ട് ബന്ധത്തിൽ വരുമ്പോ അവരുടെ ആളുകളെയാണ് പറ്റിക്കുന്നത്, ഞാനല്ല അവരെ പറ്റിക്കുന്നതെന്നാണ് ഈ വ്യക്തി വിശ്വസിച്ചിരിക്കുന്നത്. 3 of Pentacles റിവേഴ്സ് ആണ്. നമ്മൾ എല്ലാവരും ഇതിനകത്ത് തുല്യമായിട്ട്, ഒന്നില്ലെങ്കിൽ നമ്മൾ എല്ലാവരും ഇതിനകത്ത് തുല്യമായ തെറ്റുകൾ ചെയ്യുന്നവരാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് തെറ്റ് ചെയ്യുന്നു, ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് കയറുന്നു. അപ്പൊ 3 പേരും ഈക്വൽ ആണ് എന്നാണ് ഈ വ്യക്തി പറയുന്നത്. എന്റേതായിട്ട് തെറ്റുകളൊന്നുമില്ല, മനസ്സിലായി. ഞാൻ നിങ്ങളെ ഫോഴ്സ് ചെയ്ത റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നതല്ല, നിങ്ങൾ ഇഷ്ടപ്പെട്ട് എന്റെ അടുത്തേക്ക് വന്നതാണ് എന്നാണ് തേർഡ് പാർട്ടി. അപ്പൊ ഈ തേർഡ് പാർട്ടിക്ക് ഒരു ഗിൽറ്റിയും ഇല്ല കേട്ടോ. തേർഡ് പാർട്ടി നിങ്ങളാണ് തെറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ അക്വേറിയസ്, ലിബ്ര, ജെമിനി, വെർഗോ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഒട്ടും കുറ്റബോധമില്ല. ഇപ്പോഴും അതേ എനർജിയിൽ തുടരുന്ന ഒരു വ്യക്തിയാണ് ഈ ആള്. നിങ്ങളെ വേദനിപ്പിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പോയ ആള്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലും ഇവര് ക്ഷമ ചോദിക്കുമോ എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവര് നിങ്ങളോട് എന്തെങ്കിലും ക്ഷമ ചോദിക്കുമോ? തോന്നുന്നില്ല. ഇനി പിന്നെ വർഷങ്ങൾക്ക് ശേഷം വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഇവരുടെ ഈ അവസ്ഥ മാറും. ഒരിക്കൽ ഇവർക്ക് കുറ്റബോധം വരും, ഇവരുടെ തെറ്റുകൾ ഇവർക്ക് ബോധ്യപ്പെടും. ഒരു വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ കാലചക്രം മാറുമ്പോ. അപ്പൊ ചിലപ്പോ വർഷങ്ങൾക്ക് ശേഷം ഇവർക്ക് ഇങ്ങനത്തെ സ്വഭാവമുള്ളവർക്ക് മിക്കവാറും ആരും ഇല്ലാതെയാവും അവസാനം. അല്ല, എല്ലാവരും ചതിച്ചിട്ട് പോകുന്നവരാണ്. അപ്പൊ സ്വന്തമായിട്ട് ആരും ഉണ്ടാവില്ല, ഇവരെ നോക്കാൻ ആളുണ്ടാവില്ല അവസാന നിമിഷങ്ങളില്. ചിലപ്പോൾ വളരെ മാരകമായ അസുഖങ്ങൾ അല്ലെങ്കിൽ വല്ല അപകടങ്ങളോ അങ്ങനെയെല്ലാം പെട്ട് കിടക്കുമ്പോഴാണ് ഇവർക്ക് ഇതിനൊരു ചിന്ത വരും, ഞാൻ ആരൊക്കെ ദ്രോഹിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇവരുടെ ജീവിതത്തിൽ നിങ്ങളായിരിക്കും ഇവരെ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവരും സഹായിച്ചവരും. മനസ്സിലായി, ഒട്ടും കളങ്കമില്ലാതെ നിങ്ങൾ ഇവരെ സ്നേഹിക്കുകയോ സഹായിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അതിനാണ് ഇവർ നിങ്ങളെ ചതിച്ചത്. അപ്പോ ഇവരുടെ ജീവിതത്തിൽ ഒരു സമയത്ത് അങ്ങനെ ഒരു കാര്യം വരുമെന്നാണ് പറയുന്നത്. ഇവർക്ക് ഒരു കുറ്റബോധം വരും, നിങ്ങളോട് ക്ഷമ ചോദിക്കാനുള്ള ഒരു മനസ്സ് ഇവർക്ക് വരും എന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഇവിടെ? ചാരിയറ്റ് ആണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് മുമ്പോട്ട് പോകണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ വീൽ ഓഫ് ഫോർച്യൂൺ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ ആണ്. ചാരിയറ്റും ഏസ് ഓഫ് കപ്സ് റിവേഴ്സുമാണ്. നിങ്ങൾ ഇവരെ സ്നേഹിക്കണ്ട, കാരണം ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഇത് പോയി, ഈ വ്യക്തി പോയി.
ഈ വ്യക്തിക്ക് ഇപ്പൊ കുറ്റബോധമില്ല, പിന്നെ ഫ്യൂച്ചറിൽ നല്ലൊരു പണി കിട്ടുമ്പോൾ ഈ വ്യക്തിക്ക് എല്ലാ കാര്യത്തിലും കുറ്റബോധം വരും. അന്ന് നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുമായിരിക്കാം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ സ്നേഹത്തിന്റെ ഒരു കാര്യവുമില്ല. തിരിച്ചു വരും, ഞാൻ ഈ വ്യക്തിയുമായിട്ട് സ്നേഹത്തിലാകും എന്നുള്ള ചിന്തയൊന്നും വേണ്ട. അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് മുമ്പോട്ട് പോവുക, ഇവിടെ കാത്തിരിക്കണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവർക്ക് കിട്ടാനുള്ളത് ഇവർക്ക് കിട്ടിക്കോളൂ, അതിൽ നിങ്ങൾ ഭാഗമാകണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. ക്യാൻസർ, പൈസീസ്, സ്കോർപിയോ, ഇത്രയുമാണ് സോഡിയാക് സൈൻ ഇവിടെ വന്നത്. ഇതാണ് ഒന്നാമത്തെ കാർഡിന്റെ റീഡിംഗ്. ഇനി നമ്മൾ രണ്ടാമത്തെ കാർഡിന്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള റീഡിംഗ് ആണ്. രണ്ടാമത്തെ കളർ സെലക്ട് ചെയ്തവർക്കുള്ള കാർഡ് ഹാങ്ഡ് മാൻ ആണ്. ഹാങ്ഡ് മാൻ എന്ന് പറയുമ്പോൾ പൈസീസ് സോഡിയാക് സൈൻ ആണ്. ഇത് പല മീനിങ്ങുകളാണ്. ഒരു സിറ്റുവേഷനിൽ സ്റ്റക്ക് ആയിട്ടിരിക്കുക, ഒരു വഴിയും കാണുന്നില്ല, കൈ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. കാല് കെട്ടി വെച്ചിരിക്കുകയാണ്, ഈ വ്യക്തിക്ക് നേരെ നിൽക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പൊ ഈ വ്യക്തി ഏതോ ഒരു സിറ്റുവേഷനിൽ പിടിക്കപ്പെട്ട് കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ് ഈ വ്യക്തിക്ക് അടങ്ങാൻ പറ്റില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ വ്യക്തി അവസ്ഥയ്ക്ക് കീഴടങ്ങി, ഇനി എനിക്ക് ഒന്നും ചെയ്യാനില്ല, ഇവിടെ എനിക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, ഇനി ഒന്നും ചെയ്യാനില്ല എന്നൊരു അവസ്ഥയിലാണ്. അപ്പോ ഇവിടെ ഒരു കാര്യത്തിൽ സ്റ്റക്ക് ആയിട്ട് കൈ ഒഴിഞ്ഞിരിക്കുകയാണ്, സിറ്റുവേഷന് കൈ ഒഴിഞ്ഞിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് പൈസീസ് സോഡിയാക് സൈൻ ആണെന്ന് പറഞ്ഞു. നമുക്ക് ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ചിലപ്പോ ഈ ഒരു അവസ്ഥയുടെ ഇനി എന്താണ് വരാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം കൈവിട്ടിരിക്കുന്നത്. നിങ്ങളെ വേദനിപ്പിച്ച് കടന്നു കളഞ്ഞ ആളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഇവിടെ. അപ്പോ പണനഷ്ടം, ഒട്ടും പണമില്ല, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ്, പണമില്ല, ജീവിക്കാൻ ഒരു വഴിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് വ്യക്തി. ജഡ്ജ്മെന്റ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ജഡ്ജ്മെന്റ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ കുറ്റബോധമില്ലാത്ത ഒരാളാണ് ജഡ്ജ്മെന്റ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ. എന്ന് വെച്ചാൽ ഓക്കെ ചെയ്തു, കൈയൊഴിഞ്ഞു, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്ന മട്ടില്. അപ്പൊ ഒന്നുമില്ല, എനിക്ക് ആരെയും സഹായിക്കാൻ പറ്റില്ല, ഞാനിപ്പോ എന്റെ അവസ്ഥ ഇങ്ങനെയാണ്, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഇത്. അപ്പോ ചെയ്ത കാര്യങ്ങളെല്ലാം മനസ്സുകൊണ്ട് ന്യായീകരിക്കുന്ന ഒരാളാണ്. എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇനിയിപ്പൊ എനിക്കൊന്നും അതിന് കുറ്റബോധം തോന്നിയിട്ടൊന്നും കാര്യമില്ല, കാരണം എനിക്കത് ഇല്ലാതാക്കാൻ പറ്റില്ല, എന്റെ അവസ്ഥ അങ്ങനെയാണെന്നാണ് പറയുന്നത്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, സ്കോർപിയോ സോഡിയാക് സൈൻ ആണത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം. നിങ്ങളോട് ഇവരെന്താണ് ചെയ്തത്? നിങ്ങളോട് ഇവരെന്താണ് ചെയ്തത്? അതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇവിടെ മൂൺ റിവേഴ്സ് വന്നിട്ടുണ്ട്, ഏസ് ഓഫ് പെന്റക്കിൾസ് അപ്രൈറ്റ് വന്നിട്ടുണ്ട്, ഡെവിൾ ഉണ്ട്. ഓൾറൈറ്റ്. അപ്പൊ നിങ്ങൾ ഇവരെ പൈസ കൊടുത്ത് സഹായിച്ചതാണ്. ചിലപ്പോൾ ഒരു ബിസിനസ്സിൽ നിങ്ങളുടെ കൂടെ ചിട്ടി തുടങ്ങിയപ്പോൾ നിങ്ങൾ കുറെ പേരെ പിടിച്ച് ചിട്ടിയിൽ ജോയിൻ ചെയ്യിപ്പിച്ചതാണ്. ഇവർക്ക് വേണ്ടിയിട്ട് ഇവരായിരിക്കും തുടങ്ങിയത്. അപ്പൊ നിങ്ങളുടെ പേരാണ് പക്ഷെ വരിക, നിങ്ങളാണ് ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിച്ചത്. അതൊരു പണിയായി, കാരണം ഡെബിൾ ഉണ്ട്. ഇവരുടെ മനസ്സിൽ ഡെബിൾ ഒരു അവസ്ഥയായിരുന്നു, മറ്റുള്ളവരെ ട്രാപ്പ് ചെയ്യുക, മാക്സിമം പൈസ അടിക്കുക, മുങ്ങിക്കളയുക. അപ്പൊ ഒരു ചിട്ടി അല്ലെങ്കിൽ ഒരു ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക് എന്ന് തുടങ്ങി, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കുറെ പൈസ വാങ്ങിച്ചു, എന്നിട്ട് പൈസ തരാതെ മുങ്ങിക്കളഞ്ഞ ഒരു എനർജിയാണ്. പിന്നീടാണ് നിങ്ങൾക്ക് ഇവരുടെ സ്വഭാവം മനസ്സിലായത്. അപ്പോ നിങ്ങൾ പരിചയപ്പെട്ടപ്പോൾ വളരെ മനോഹരമായിട്ട് സംസാരിക്കുന്ന, നല്ല കാണാൻ മോശമല്ലാത്ത ഒരാള്, എല്ലാവർക്കും വളരെയധികം മതിപ്പ് തോന്നുന്ന ഒരു എനർജി, സ്ത്രീ ആയാലും പുരുഷനായാലും. പക്ഷെ ഇവരുടെ ഉള്ളിൽ ഒരു ചെകുത്താൻ മറഞ്ഞിരിക്കുന്നെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. നിങ്ങൾ ചിലപ്പോൾ കുറെ പേരുടെ നിന്ന് പൈസ ഒക്കെ മേടിച്ചിട്ടുണ്ടാവും, നിങ്ങൾ കുറെ നാണം കെടുങ്ങൾക്ക് വന്നു. ഇവിടെ ക്യാൻസർ, പൈസീസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജിയാണ് ഇവിടെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം. അപ്പൊ ഇവര് നിങ്ങൾക്ക് നല്ലൊരു പണി തന്നിട്ടാണ് പോയത്. നിങ്ങൾക്ക് ഇതുകൊണ്ട് വളരെയധികം മാനസിക സംഘർഷമുണ്ടായി, നാണക്കേടുണ്ടായി, ആരുടെയും മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയായി, നിങ്ങളുടെ സൽപ്പേര്, നിങ്ങളെ വിശ്വസിച്ചിരുന്ന കുറെ പേര് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയാൻ ഇടയായി ഈ വ്യക്തി കാരണം. ഓൾറൈറ്റ്. അപ്പൊ ഇവർക്ക് കുറ്റബോധമുണ്ടോ ഇങ്ങനെ നിങ്ങളോട് ചെയ്തതിന്?
പക്ഷെ ഈ വ്യക്തി ഈ പൈസ എല്ലാം അടിച്ചു പൊളിച്ചു കളഞ്ഞു, ഇപ്പൊ ഒന്നുമില്ല, ആരുമില്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത്. കുറ്റബോധം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ടെൻ ഓഫ് വാൻസ് റിവേഴ്സ് ആണ് വരുന്നത്. ടെൻ ഓഫ് വാൻസ് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ആ കുറ്റബോധത്തിന്റെ ഇതെല്ലാം ഈ വ്യക്തി വിട്ട് കളഞ്ഞു. മേ ബി ബിക്കോസ് ഈ വ്യക്തിയുടെ അവസ്ഥ അതാണ്. അപ്പൊ ചെയ്തതിനെല്ലാം ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം എനിക്ക് പണിഷ്മെന്റ് കിട്ടിയിരിക്കുകയാണ് ഇപ്പോ എന്നതായിരിക്കാം കാരണം. അതുകൊണ്ടായിരിക്കാം ഈ വ്യക്തിക്ക് ഇപ്പൊ കുറ്റബോധമൊന്നും ഇല്ലാത്തത്. കാരണം എല്ലാം ഞാൻ അനുഭവിച്ചു കൊടുത്തിട്ട് വല്ല മാരകമായ അസുഖങ്ങളായിരിക്കും, എല്ലാവരും കൈയൊഴിഞ്ഞ് ഒക്കെ അവസ്ഥയിലാണ്, ആരും സഹായിക്കാനൊന്നുമില്ല. അപ്പോ എന്റെ പണിഷ്മെന്റ്, ഞാനിപ്പോ ആ പണിഷ്മെന്റിൽ കൂടെയാണ് പോകുന്നത്. അപ്പോ ഇനി കുറ്റബോധം തോന്നിയിട്ട് കാര്യമില്ല, ഓൾറെഡി ഞാൻ അതിനുള്ളതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഈ വ്യക്തി പറയുന്നത്. ഏറീസ്, ലിയോ, സാജിറ്റേറിയസ്. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും നിങ്ങളോട് എത്ര നാള് ജീവിക്കുമെന്നൊന്നും അറിയില്ല ഈ വ്യക്തി. എന്തായാലും നിങ്ങളോട് എന്തെങ്കിലും ഈ വ്യക്തി മാപ്പ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ചില സമയത്ത് ഇങ്ങനത്തെ അവസ്ഥയിൽ അവർ മാപ്പ് പറയാൻ ആഗ്രഹിക്കില്ല. കാരണം ചെയ്ത തെറ്റിന് ഞാൻ പണിഷ്മെന്റ് അനുഭവിക്കുന്നുണ്ട്, പിന്നെ ഞാൻ ആരോടെങ്കിലും ചെന്ന് ക്ഷമ ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം. അപ്പോ നൈറ്റ് ഓഫ് കപ്സ് റിവേഴ്സും അതുപോലെ സ്ട്രെങ്ത് റിവേഴ്സും അതിനുള്ള ആവതില്ല എന്നാണ് പറയുന്നത്. അധികം യാത്ര ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇനി ഞാൻ അധികം യാത്ര ചെയ്യേണ്ടി വരില്ല, എനിക്ക് അതിനുള്ള ആവതില്ല, എനിക്ക് അതിനുള്ള ആഗ്രഹവും ഇല്ല എന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെ പൊക്കോട്ടെ, ഞാൻ ഇവിടെ ഇങ്ങനെ പോയി അവസാനിച്ചോളാം, എനിക്ക് ആവതില്ല എന്നാണ് പറയുന്നത്. ആരുടെ അടുത്ത് പോകാനും സംസാരിക്കാനുമുള്ള ആവത് എനിക്ക് ഇനി ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ വ്യക്തിയുടെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്കായിരിക്കാം ഈ പോകുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇതോടുകൂടി ജീവിതം അവസാനിക്കാൻ പോകുമായിരിക്കും ഈ വ്യക്തിയുടെ, കേട്ടോ. ചിലപ്പോ എന്തെങ്കിലും നല്ല പണി ആരെങ്കിലും കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പോ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? ചില സമയത്ത് നമുക്ക് നമ്മളോട് തെറ്റ് ചെയ്യുന്നവർക്ക് നല്ല ശിക്ഷ കിട്ടണം, കാരണം അത്രയും നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്ന ഒരു ചിന്ത നമുക്ക് വരും, അല്ലെ? അപ്പോ ആ ഒരു അവസ്ഥയിലാകുമ്പോ ഇങ്ങനെയാണ് ഈ വ്യക്തിയുടെ അവസ്ഥ, വളരെ മോശമാണെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിനൊരു സമാധാനം, ഇവര് ചെയ്ത കർമ്മത്തിനുള്ള ഫലം ഇവർക്ക് കിട്ടിയല്ലോ എന്നൊരു സമാധാനം നമുക്ക് വരും. അപ്പൊ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളിപ്പോ 6 of Pentacles-ലാണ്. 6 of Pentacles എന്ന് പറഞ്ഞാൽ ഷെയറിങ്. നിങ്ങളിപ്പോ ചിലപ്പോ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കാം, നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഒക്കെ ബെറ്റർ ആയി, ഇത് ചിലപ്പോൾ വർഷങ്ങൾക്ക് മുമ്പൊക്കെ നടന്ന ഒരു കാര്യമായിരിക്കാം. ഇനി അതിലേക്ക് പോകണ്ട എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. പഴയ കാര്യങ്ങളിലേക്ക് പോകണ്ട, ഇനി അങ്ങോട്ട് ചെന്ന് ഈ വ്യക്തിയെ സഹായിക്കാനൊന്നും നോക്കണ്ട. ചിലപ്പോൾ സെന്റിമെന്റ്സ് വരുന്നുണ്ട്, അയ്യോ ഇങ്ങനൊരു അവസ്ഥയാണോ, എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാനൊന്ന് സഹായിക്കണ്ടേ, എന്തെങ്കിലും മരുന്നൊക്കെ ഈ വ്യക്തിക്ക് മേടിച്ചു കൊടുക്കണോ എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ ചിന്ത വരും. യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെയൊന്നും വേണ്ട, നിങ്ങൾ ഇനി ഇതിനെ ചേർത്ത് പിടിക്കണ്ട, അതിന്റെ ആവശ്യമില്ല. മനസ്സിലായോ? നിങ്ങളുടെ ജീവിതവുമായിട്ട് മുമ്പോട്ട് പോവാന്നാണ് പറയുന്നത്. ഇവിടെ 4 of Pentacles റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്, അതുപോലെ തന്നെ 9 of Pentacles റിവേഴ്സ് ആണ് വന്നത്. അതുപോലെ തന്നെ പക്ഷെ നിങ്ങൾ അത്ര വലിയ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് അതിലല്ല, മനസ്സിലായി? നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്ന എനർജി ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് പൈസ കൂടുതൽ, കാരണം നിങ്ങൾക്ക് ഇല്ലെങ്കിലും മറ്റുള്ളവരെ സഹായിക്കണമെന്ന ഒരു മനസ്സ് വരുമ്പോൾ നമുക്ക് സമ്പാദ്യങ്ങൾ കുറവായിരിക്കും. അങ്ങനെയുള്ള ഒരു എനർജി ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് നന്മ വരും, കാരണം നിങ്ങൾ ആ വ്യക്തിയോട് അങ്ങനെ ചെയ്തത് കൊണ്ട് അവിടെ വെച്ച് നിർത്തിയില്ല. ഇങ്ങനെ വളരെ വൃത്തികെട്ട ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ആൾക്കാരെ സഹായിക്കുന്നുണ്ട്. അപ്പൊ യൂണിവേഴ്സ് പറഞ്ഞ ഇങ്ങനെ തന്നെ മുമ്പോട്ട് പൊക്കോളൂ, തിരിഞ്ഞു പോകണ്ട. പഴയ കാര്യങ്ങൾ, ഈ വ്യക്തി പാസ്റ്റിലുള്ള ഒരാളാണ്, അങ്ങോട്ട് നിങ്ങൾ പോകണ്ടെന്നാണ്. ആ വ്യക്തിയുടെ കർമ്മഫലമാണ് അനുഭവിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്, കേട്ടോ. Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn. ഇത് മുഴുവനായിട്ടും ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷന്റെ ഒരു റീഡിംഗ് ആയിരുന്നു. ഫിനാൻസ് സംബന്ധിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. ഇനി പോകണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്, കേട്ടോ. പോട്ടെ, വിട്ടുകളയുക എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫൈനൽ കാർഡിന്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ ആ വ്യക്തിയുടെ അവസ്ഥ 7 of Pentacles ആണ്. ഈ വ്യക്തി എന്തൊക്കെയോ ചെയ്തിട്ട്, അപ്പോ ഈ അടുത്ത വല്ലമായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഈ വ്യക്തി പോയിരിക്കുന്നത്. ഈ വ്യക്തി ലോങ് ടേമിന് വേണ്ടി എന്തോ ഇപ്പോ
അടുത്ത് എന്തോ ഒരു കാര്യം ചിലപ്പോൾ പൈസ കുറെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം, FD ഇട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ഒരു റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ വിവാഹം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു എനർജി ആയിരിക്കാം. എങ്ങനെയാണ് അവസ്ഥ എന്ന് വെച്ചാൽ നിങ്ങൾ അതുപോലെ കാണുക. ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ ആണത്. അപ്പോ എല്ലാ മറ്റുള്ളവരെയൊക്കെ ദ്രോഹിച്ച് ചിലർ അങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ മനസ്സിലൊരു ഇതുണ്ടാവും, വളരെ പൈസ ഉള്ള ഒരാളെ വിവാഹം കഴിക്കണം, വളരെ പ്രശസ്തിയുള്ള ഒരാളെ. ഓക്കെ അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. പക്ഷെ പോകുന്ന വഴിയെല്ലാം റിലേഷൻഷിപ്പ് ഉണ്ടാക്കി കിട്ടുന്നതെല്ലാം പിടുങ്ങിയെടുക്കുന്ന ഒരു എനർജിയാണ്. അവസാനം ഈ വ്യക്തി ഒരു മാരേജ് കഴിഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഓൾറെഡി കല്യാണം കഴിച്ച ഒരാളായിരുന്നു ഇതെങ്കിൽ ഈ വ്യക്തി കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ വലിയൊരു എമൗണ്ട് ഒരു ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ പ്രോഫിറ്റ് കിട്ടാനോ, ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കിട്ടാനോ കാത്തിരിക്കുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് പറ്റിച്ച് സ്വരൂപിച്ച് സ്വർണവും പണവും എല്ലാം ആയിരിക്കും എവിടെയെങ്കിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തേക്കായിരിക്കും, അതിന്റെ റിസൾട്ട് ആയിരിക്കും കാത്തിരിക്കുന്നത്. 9 of Pentacles ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2 of Pentacles റിവേഴ്സും വന്നിട്ടുണ്ട്. ഒരു തീരുമാനം എടുത്തു, അപ്പോ മറ്റുള്ളവരെ പറ്റിച്ചുണ്ടാക്കിയ കുറെ പൈസയും സ്വർണവും എല്ലാം കയ്യിലുണ്ട്, അപ്പൊ ഇനി എനിക്ക് ജീവിക്കേണ്ടി വരില്ല, ഇത് FD ഇട്ടിട്ട് ഞാൻ അതിന്റെ പലിശ കൊണ്ട് ജീവിച്ചോളാം. അപ്പൊ നല്ലവണ്ണം മറ്റുള്ളവരെയൊക്കെ പറ്റിച്ചിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പൊ ഇതിനകത്ത് ഗിൽറ്റി കോൺഷ്യസ് ഒന്നും വരുന്നില്ല, ഞാൻ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ പൈസയാണെന്നാണ് ഈ വ്യക്തി പറയുന്നത്. എന്തായാലും മറ്റുള്ളവരെ പറ്റിച്ചും മറ്റുള്ളവർക്ക് വേണ്ടാത്ത സാധനങ്ങൾ എത്തിച്ചു കൊടുത്തും, സ്ത്രീകളായാലും പുരുഷന്മാരായാലും അതുപോലെ എന്താ പറയാ മദ്യമാണെങ്കിലും വേറെ മറ്റു സാധനങ്ങളാണെങ്കിലും വിറ്റ് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കിയ പോലത്തെ ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. മറ്റുള്ളവരുടെ ഹെൽത്ത് മോശപ്പെടുന്ന പല കാര്യങ്ങളും ഈ വ്യക്തി ചെയ്തിട്ടുണ്ട്. പക്ഷെ ആകെ ഒരു ഡോക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബ്രോക്കർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കാം, സ്ത്രീ ആയാലും പുരുഷനായാലും. അപ്പൊ അങ്ങനെ ഒരു മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന ഒരു എനർജിയാണ്. അതിൽ നിന്ന് ഉണ്ടാക്കിയ കുറെ കാര്യങ്ങളാണ് ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓൾറൈറ്റ്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഷഫിൾ ചെയ്തിട്ട് അടുത്ത ചോദ്യം ചോദിക്കാം. നിങ്ങളോട് ഈ വ്യക്തി എന്താണ് ചെയ്തത്? ചില സമയത്ത് ചില ഫ്രണ്ട്സ്, നമ്മൾ ഫ്രണ്ട്സ് എന്ന് പറയും, പക്ഷെ ഫ്രണ്ട്സ് ആയിരിക്കില്ല, നമ്മളുടെ കൂടെ കൂടുന്നത് നമ്മളെ ഉപദ്രവിക്കാനായിരിക്കും. അപ്പൊ അവര് വഴിവിട്ട ജീവിതം ജീവിക്കുന്നവരാണെങ്കിൽ ചില സമയത്ത് നമ്മളെയും കൂടെ അതിനകത്തേക്ക് ട്രാപ്പ് ചെയ്യും. അങ്ങനെ ജീവിതം നഷ്ടപ്പെട്ടവരാണോ നിങ്ങൾ? എനിക്കറിയില്ല. എന്തായാലും വിശ്വസിച്ച് കൂടെ പോയപ്പോ പണി തന്നതുപോലെ. കിങ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. ഈ വ്യക്തി നിങ്ങളോട് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ 2 of Wands റിവേഴ്സ് ആണ്, നൈറ്റ് ഓഫ് വാൻസും ഉണ്ട് ഇവിടെ. അപ്പോ വളരെ അഡ്വെഞ്ചറസ് ആയിട്ട് പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്, ഫ്രണ്ട്സ് കോളേജിൽ പഠിക്കുമ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾ അവർക്ക് പോക്കറ്റ് മണി വേണ്ടിയിട്ട് വഴിവിട്ട ജീവിതം ജീവിക്കുമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഹോസ്റ്റലിൽ അവരുടെ റൂമിലേക്ക് വരുന്ന കാണാൻ മോശമല്ലാത്ത പെൺകുട്ടികളെല്ലാം ഇവർക്ക് ആരൊക്കെയായിട്ടാണ് കണക്ഷൻ അവർക്ക് കൂടി കൊടുക്കുമായിരുന്നു, അതിൽ നിന്ന് കമ്മീഷൻ നേടുമായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. പല ഫീൽഡിലും ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുമായിരുന്നു. അത് ഇപ്പോ അറിയില്ല, എന്തായാലും ആ സമയത്തൊക്കെ കേട്ടിട്ടുണ്ട്, ന്യൂസിലെല്ലാം വന്നിട്ടുണ്ട് അങ്ങനെ. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ പോയ ഒരാളാണ് നിങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോ നിങ്ങള് ഒരു വിക്ടിം ആയിരുന്നോ, ഒരു ഇരയായിരുന്നോ, അതോ നിങ്ങളാണോ അത് ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ വ്യക്തിയാണ് അതിന്റെ മെയിൻ ആളെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണിത്. കിങ് ഓഫ് കപ്സ് ആണ്. കിങ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ഫീലിങ്സ് ഒന്നും പുറത്ത് കാണിക്കാത്ത ഒരാളാണ്. എപ്പോഴും വളരെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അയാളുടെ ഉള്ളിൽ, ആ സ്ത്രീയുടെയോ പുരുഷന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ വളരെ തന്മയത്വത്തോടെ മറ്റുള്ളവരെ പറ്റിക്കാൻ പറ്റുന്ന ഒരു എനർജി ആയിരുന്നു ഈ വ്യക്തി എന്നാണ് പറയുന്നത്. 2 of Wands റിവേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇഷ്ടത്തോടു കൂടിയല്ല ചെയ്തത്, നിങ്ങളുടെ തീരുമാനങ്ങളായിരുന്നത്. ഈ വ്യക്തിയുടെ തീരുമാനങ്ങൾ കൊണ്ടാണ് അവസാനത്തെ കാർഡ് നിങ്ങൾ കുറെ വഴിവിട്ട കാര്യങ്ങൾ ചെയ്തു എന്നാണ് പറയുന്നത്. മനസ്സിലായോ? നൈറ്റ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഫ്ലേർട്ടിഷ് ആയ എനർജിയാണ്, വളരെ അഡ്വെഞ്ചറസ് ആയ, ഒരു കാര്യത്തിലും കമ്മിറ്റ്മെന്റ് കൊടുക്കാത്ത ഒരു എനർജിയാണ്. വെറുതെ റിലേഷൻഷിപ്പിന് വേണ്ടി പലരുടെയും ജീവിതത്തിൽ കയറി ഇറങ്ങിയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുത്തതിന് ശേഷം ഇവരെ ഉപേക്ഷിക്കുന്നത്, ഒരിക്കലും കമ്മിറ്റ്മെന്റ് കിട്ടില്ല. അങ്ങനത്തെ ഒരു എനർജി ആയിരുന്നു ഈ വ്യക്തി. അപ്പൊ നിങ്ങളോടും അതേ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്കും വന്നത്. നിങ്ങളെ പറഞ്ഞു പറ്റിച്ച് കുറെ കാര്യങ്ങൾ നേടിയെടുത്ത ഒരാളാണെന്നാണ് പറയുന്നത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, സോറി ഇതും ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണ്.
അങ്ങനെയാണെങ്കിൽ ഇവർക്ക് കുറ്റബോധമുണ്ടോ? പക്ഷെ ഇവിടെ ലൈഫ് എൻജോയ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്ന ഒരാള്, അങ്ങനത്തെ ഒരാൾക്ക് ഇനി എനിക്ക് പണിയൊന്നും എടുക്കണം, പണിയെടുക്കാതെ ജീവിക്കാം, അത്രയും ഞാൻ സമ്പാദിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് കുറ്റബോധം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ 2 കാർഡുകളാണ് വന്നത്. 3 ഓഫ് കപ്സും അതുപോലെ തന്നെ ഈ വ്യക്തി വളരെ ഹാപ്പി ആണെന്നാണ് പറഞ്ഞത്. ഫ്രണ്ട്സ് ആയിട്ട് അടിച്ചു പൊളിക്കുന്ന ഒരു വ്യക്തിയാണ്, ഗിൽറ്റി കോൺഷ്യസ് ഒന്നുമില്ല. അതുപോലെ തന്നെ 9 ഓഫ് കപ്സ് വളരെ ഹാപ്പിയാണ് അവസ്ഥ. വ്യക്തിക്ക് ഒരു കുറ്റബോധവും ഇല്ല. നിങ്ങൾ വിചാരിക്കുന്നത് കുറെ കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നില്ലേ, കുറെ കഴിയുമ്പോൾ ഒരു കുറ്റബോധവും ഇല്ല. ചെയ്തത് മുഴുവൻ ശരിയാണ്, എനിക്ക് വെറുതെ ജീവിക്കുക, ഇരുന്ന് കഴിക്കാനുള്ള പൈസ ഞാനായിട്ട് ഉണ്ടാക്കി, വളരെ ഞാനും കഷ്ടപ്പെട്ടു ഇതിനകത്തുനിന്നാണ് ഈ വ്യക്തി പറയുന്നത്. ചിലപ്പോൾ ക്യാൻസർ പൈസസ് കോപ്പിയാണ്, ഇമോഷണൽ ആണ്. ഈ വ്യക്തി വളരെ ഹാപ്പി ആണെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ വ്യക്തിയുടെ ഫ്രണ്ട്സ് ആയിട്ട് അടിച്ചു പൊളിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില ആളുകളുണ്ട് കേട്ടോ. വിവാഹം കഴിച്ച സ്ത്രീകളെ കൊണ്ടുപോയിട്ട് വേറെ ആൾക്കാർക്ക് കൊടുക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഗേൾ ഫ്രണ്ട്സിനെ വേറെ ആൾക്കാർക്ക്, ഫ്രണ്ട്സിനും വേറെ ആൾക്കാർക്കുമായി കൊടുത്തത് വളരെ ക്രൂരമായ കാര്യങ്ങളാണ്. പക്ഷെ നമ്മളുടെ നാട്ടിൽ നടന്നിരുന്ന, ഇപ്പോഴും നടക്കുന്നുണ്ടാവാം, അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലും ഈ വ്യക്തി ക്ഷമ പറയുമോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നൈറ്റ് ഓഫ് കപ്സ് റിവേഴ്സും അതുപോലെ തന്നെ 6 ഓഫ് പെന്റക്കിൾസ് അപ്രൈറ്റ്. 6 ഓഫ് പെന്റക്കിൾസ് പറഞ്ഞാൽ ഷെയറിംഗ് ആണ്. ഈ വ്യക്തിക്ക് കുറ്റബോധമൊന്നുമില്ല, നിങ്ങളോട് മാപ്പും ചോദിക്കില്ല. കാരണം ഈ വ്യക്തി പറയുന്നത് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക്, അങ്ങനെ നേരെയല്ലാത്ത വഴിക്ക് നിങ്ങൾ നിന്നിരുന്നെങ്കിൽ അതിനുള്ള പണം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എത്തിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തിനാണ് മാപ്പി പറയുന്നത്? ഞാൻ ഫോഴ്സ് ചെയ്തല്ലോ നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചതെന്നാണ് ഈ വ്യക്തി പറയുന്നത്. നൈറ്റ് ഓഫ് കപ്സ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഈ വ്യക്തി ഞാൻ ഒരിക്കലും നിങ്ങളെ സ്നേഹിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അറിയായിരുന്നു എന്റെ ഉദ്ദേശം എന്താണെന്ന്, എന്റെ ജീവിത രീതി നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ നിങ്ങളെ ഉപയോഗിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത്. വ്യക്തിക്ക് ഒരു ഗിൽറ്റി കോൺഷ്യസും ഇല്ല, നിങ്ങളോട് ഒരിക്കലും ക്ഷമയും പറയില്ല എന്നാണ് പറയുന്നത്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ, ഇതിൽ നിന്ന് നമുക്ക് 2 പേർക്കും കുറെ കാര്യങ്ങൾ കിട്ടി എന്നാണ് ഈ വ്യക്തി പറയുന്നത്. പിന്നെ ഞാൻ എന്തിനാണ് നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നത് എന്നാണ് പറയുന്നത്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഇവിടെ? നിങ്ങൾക്കുള്ള ഗൈഡൻസ് നോക്കുമ്പോൾ 2 കാർഡാണ് ഇവിടെ വന്നത്. 9 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സും 4 ഓഫ് സ്വേർഡ്സ് അപ്രൈറ്റും. നിങ്ങൾക്ക് വല്ല വയ്യായികയുണ്ടോ എന്ന് വെച്ചാൽ നിങ്ങൾ വല്ല അസുഖത്തിന് അടിമയാണോ? അങ്ങനെ വല്ല മാരകമായ എന്തെങ്കിലും, സോറി പറയുന്നതിന് വിഷം, കാരണം ഇവിടെ ഒരു ബെഡ് റെസ്റ്റിൽ ഇരിക്കുന്ന ഒരാളെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ചികിത്സാ സഹായം ആവശ്യമുള്ള ഒരാളായിരിക്കാം. എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളെ ആരും നോക്കുന്നില്ല, നിങ്ങൾ ഒറ്റയ്ക്കാണ്, നിങ്ങൾക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ചികിത്സാ സഹായത്തിനുള്ള പൈസ പോലും നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നാണ് പറയുന്നത്. വളരെയധികം നിറയെ പൈസ ഉണ്ടാക്കിയിരുന്നതാണ്, ഒരു കാലത്ത് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കിയ ആളാണ് നിങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പൊ ആ പൈസ നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ലാവിഷ് ആയിട്ട് ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ ആ പൈസ മുഴുവൻ നിങ്ങൾക്ക് നഷ്ടമായി. ഇപ്പൊ നിങ്ങൾക്ക് വയ്യാതിരിക്കുന്ന ഒരു സമയമാണ്, പക്ഷെ സഹായിക്കാൻ ആരുമില്ല. അപ്പോഴാണ് നിങ്ങൾ ഈ വ്യക്തിയെ കുറിച്ച് ഓർക്കുന്നത്. പക്ഷെ നിങ്ങൾ ഈ വ്യക്തിയെ ഓർത്താലും ഈ വ്യക്തിയെ കോൺടാക്ട് ചെയ്താലും ഈ വ്യക്തി നിങ്ങൾക്ക് ഒറ്റ പൈസയും തരില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലല്ല, ഒരു ദയയും കനിവൊന്നും ഈ വ്യക്തിയുടെ മനസ്സിലില്ല. സമ്പാദിച്ചത് മുഴുവനും എനിക്ക് ഇരുന്ന് കഴിക്കാൻ, എനിക്കും കുടുംബത്തിനും ഇരുന്ന് കഴിക്കാനുള്ള പൈസയാണ്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, അത് ആർക്കും ഞാൻ കൊടുക്കില്ല, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ ഓൾറെഡി തന്നു കഴിഞ്ഞു, അതുകൊണ്ട് എന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യണ്ടെന്നാണ് വ്യക്തി പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്യേണ്ട, ഇവരെ സഹായിക്കില്ല എന്നാണ് ഇതിനർത്ഥം. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇത് അക്വേറിയസ്, ലിബ്ര, ജെമിനി, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്നവർക്കെല്ലാം ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്നതല്ല, അതുകൊണ്ടല്ല നിങ്ങളെ ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചത്.
എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ.